തുടർച്ചയായ മൂന്നാം ദിവസവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ലേഖനവുമായി സമസ്ത മുഖപത്രം. മന്ത്രി ആർ ബിന്ദുവിനെതിരെ ലേഖനത്തിൽ രൂക്ഷ വിമർശനമാണ്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഭരിക്കുന്നത് സംഘപരിവാറാണെന്നാണ് വിമർശനം. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി തൽക്കാലത്തേക്ക് അത് ഇറക്കി വെച്ച് കുട്ടികളെ ഓർത്തിരുന്നെങ്കിൽ കീമിന്റെ പേരിൽ തീ തിന്നേണ്ടി വരില്ലായിരുന്നുവെന്നാണ് ലേഖനത്തിലെ പരിഹാസം. സാനിയോ മനോം വിവരങ്ങളുമായി. സാനിയോ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ വിമർശനമുയർത്തുമ്പോൾ അത് സംഘപരിവാറിന് വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പ് എന്ന രൂപത്തിലുള്ള വിമർശനം എന്താണ് അതിൽ പറയുന്നത്? സ്മൃതി, തുടർച്ചയായ മൂന്നാം ദിവസമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ സമസ്ത മുഖപത്രത്തിൽ സുപ്രഭാതം പത്രത്തിൽ ഇങ്ങനെ എഡിറ്റോറിയൽ വരുന്നത് എന്നുള്ളതാണ്. ഇത്തവണ കടുകുവറ എന്ന തലക്കെട്ടിൽ മന്ത്രിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമാണ് എഴുതിയിരിക്കുന്നത്. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി അതൊന്ന് ഇറക്കി വച്ചിരുന്നുവെങ്കിൽ കീമിൻ്റെ ഭാഗമായുള്ള കുട്ടികൾക്ക് ഇത്തരത്തിൽ തീ തിന്നേണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പ്രധാനമായും പറയുന്നത്. സംസ്ഥാന സിലബസിൽ പഠിച്ചതുകൊണ്ട് മാത്രം മികച്ച കോളേജിൽ പ്രവേശനം കിട്ടാത്ത അതിന് പരിഹാരമായി ചെയ്തതെല്ലാം അബദ്ധമായി പോയി എന്നാണ്. സിസ്റ്റം കരുതി കൂട്ടി ചെയ്തു എന്ന് കരുതുന്നവരെ കുറ്റം പറയാനാകില്ല എന്നും പറയുന്നു. ഒരു കമ്മീഷൻ വിദഗ്ധ സമിതി ഏർപ്പാടാക്കിയെങ്കിലും അവർ പറഞ്ഞതൊന്നും ചെയ്തില്ല, പറയാത്തതെല്ലാം ചെയ്യുകയും ചെയ്തു. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ പ്രൊഫസർ എന്ന് വിശേഷിപ്പിച്ചത് അബദ്ധമാണെന്ന് അടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗം കുളം തോണ്ടിയ അവസ്ഥയിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കുന്നത്. അതായത് പ്രധാനപ്പെട്ട കാര്യം അതാണ്. വൈസ് ചാൻസലർമാർ മുഴുവൻ സംഘികളാണ്. ബിരുദ പഠനം 3 നിന്ന് 4 വർഷത്തിലേക്ക് ആക്കിയത് പ്രത്യേക പഠനം നടത്താതെയാണ്. ഒരു കാലത്ത് സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്ത ഇടതുപക്ഷം ഇപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ ക്ഷണിക്കുകയാണെന്നും പറയുന്നുണ്ട്. ചാൻസലർ എന്ന പിൻവാതിലിലൂടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറാണ് എന്ന ഗുരുതരമായ ആരോപണവും ഉയർത്തുന്നുണ്ട്. തരം പോലെ സംഘപരിവാറിനെ പ്രീണിപ്പിച്ചും കെറിവിച്ചും ഇടതുപക്ഷം മുന്നോട്ട് നീങ്ങുകയാണെന്നുള്ള ആരോപണവും സമസ്ത ഈ ലേഖനത്തിൽ കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെതിരെ മൂന്നാം ദിവസവും സമസ്ത മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നു. മന്ത്രി ആർ ബിന്ദുവിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ലേഖനത്തിലുള്ളത്.